മഹാരാഷ്ട്രയിലെ ബാന്ദ്ര ഈസ്റ്റ് ശിവസേനയുടെ ഉരുക്കുകോട്ടയാണ്. താക്കറെ കുടുംബത്തിന് വ്യക്തമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ബാന്ദ്ര ഈസ്റ്റ്. ആര് നിർത്തിക്കഴിഞ്ഞാലും ശിവസേന പുല്ലുപോലെ വിജയിച്ചു പോകുന്ന ഒരു മണ്ഡലം. 2014 കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് പോലും ആ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ദയനീയാവസ്ഥ വ്യക്തമാകുമെന്ന് കരുതുന്നു. വിവിധ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകൾ രണ്ടായി വിഭജിച്ചു പോകുന്ന ഒരവസ്ഥ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കി തരുന്നു. പക്ഷേ 2019 കോൺഗ്രസ് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിരുന്നു. പ്രയാസമായ ഒരു കാര്യം തന്നെ. ആരും മുന്നോട്ട് വരാൻ തയ്യാറായില്ല. തോൽക്കുന്ന മണ്ഡലമാണ്. ആരാകും ബാന്ദ്ര ഈസ്റ്റിൽ സ്ഥാനാർത്ഥി? ഒടുവിലൊരു 27 വയസ്സുകാരൻ വരുന്നു. പേര് സിഷാൻ സിദ്ദീഖ്. കോൺഗ്രസിന്റെ യുവജന പോരാളി, ശക്തനായ നേതാവ്. തോൽക്കുമെന്നറിഞ്ഞിട്ടും ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ സിഷാൻ സിദ്ദീഖ് മുന്നോട്ട് വന്നത് വലിയ ഒരു ആവേശം തന്നെ കോൺഗ്രസിന്റെ യുവജനങ്ങളിൽ ഉണ്ടാക്കി എന്നുള്ളത് മറ്റൊരു സത്യമാണ്. എതിരാളി ശിവസേനയുടെ ജനകീയ മുഖമായിട്ടുള്ള വിശ്വനാഥ് മഹാദേശ്വർ ശക്തനായ സ്ഥാനാർത്ഥിയാണ്. അവിടെ AIMIMന്റെ അതായത് ഉവൈസിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുമുണ്ട്. ഉവൈസി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് കൊണ്ട് തന്നെ മുസ്ലിം വോട്ടുകൾ രണ്ടായി വിഭജിച്ചു പോകുമെന്ന് ശിവസേന കണക്കുകൂട്ടി. ഒടുവിൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു. അപ്രതീക്ഷിതമായ മുന്നേറ്റം കാഴ്ചവെച്ച കോൺഗ്രസിന്റെ യുവജന പോരാളി സിഷാൻ സിദ്ദീഖ് 5790 വോട്ടുകൾക്ക് വമ്പൻ വിജയം ബാന്ദ്ര ഈസ്റ്റിൽ നേടുകയുണ്ടായി. ശിവസേനയുടെ കോട്ട പൊട്ടിച്ച് കോൺഗ്രസിന്റെ ശക്തനായ സ്ഥാനാർത്ഥി മഹാവിജയം നേടിയപ്പോൾ ശിവസേന പാളയം ഞെട്ടിവിറച്ചുപോയി. മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയ ഉവൈസി പോലും വിശ്വസിക്കാത്ത ഒരു മഹാവിജയം തന്നെയായിരുന്നു സിഷാൻ സിദ്ദീഖി മഹാരാഷ്ട്രയിലെ ബാന്ദ്ര ഈസ്റ്റിൽ നേടിയത്. വ്യക്തമാക്കുന്നത് കോൺഗ്രസ് ചിന്തിക്കേണ്ടത് ശക്തന്മാരായ സ്ഥാനാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവരണമെന്നുള്ളതാണ്. ഒരു മണ്ഡലത്തിന് അനുയോജ്യമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് കാഴ്ചപ്പാടുകളെ മുന്നോട്ട് വെച്ചാൽ മാത്രമേ കോൺഗ്രസിന് ഇനിയൊരു മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ. അപ്രതീക്ഷിതമായി നേടിയ ഒരു നേട്ടമാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കോൺഗ്രസിനുള്ളത്. വ്യക്തമായ നിലയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏത് ഉരുക്കുകോട്ടയും പൊട്ടിച്ചു കളിയാമെന്ന് തെളിയിക്കുന്നതാണ് സിഷാൻ സിദ്ദീഖിന്റെ മുന്നേറ്റം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Let's go.